السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله المولانا العظيم. نظر الله امرأ سمع منا شيئا وبلغه كما سمعه شفيعنا رسول الله صلى الله عليه وسلم. ഒരു പണ്ഡിതൻ മരിക്കുന്നു, ധനമേ ഇല്ല, മഷികുപ്പി പേനയും മാത്രമല്ലാതില്ല. എന്നാൽ അവൻ കടക്കുന്നു സ്വർഗമിലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. സയ്യിദുനാ മൗലാനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമുൻ നാഫിയ, ಫಲಪ್ರದമായ ಇಲ್ಮುಗೂ ದೀನಿಯಾയ ಇಲ್ಮುಗಿನ್ನತ್ತರ ಗ್ರೇಟೆಸ್ಟ್, ಅದಕ್ಕಿನ್ನತ್ತರ ഷറഫും ബഹുമാനം ബഹുമതിയും വേറെ ഒന്നുമില്ല. അത് കരസ്ഥമാക്കിയിട്ട് അതുപോലെ ജീവിതത്തിൽ അളവടച്ച മനുഷ്യന്മാർ, ഇൽമു പഠിച്ച പോലെ അമൽ ചെയ്യുന്ന മനുഷ്യന്മാർക്കും ബരാബര് ഗ്രേറ്റസ്റ്റ്. ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ സ്ഥാനം. ഒരു പണ്ഡിതൻ മരിക്കുന്നു, ധനമേ ഇല്ല. ഒരു പണ്ഡിതൻ, ഒരു ആലിമു, എന്താലിമു ഇൽമുൻ നാഫിയ പഠിച്ച ഒരു ആലിമു, ഫഖീഹായ ആലിമു മരിക്കുമ്പോൾ ഒരു നയാ പൈസ ഇല്ല. പിന്നെ ഉള്ളെന്തോ ഈ ഇൽമു പ്രചാരാക്കി മഷിക്കുപ്പി പേനയും മാത്രമല്ലാതില്ല. വെറും മഷിക്കുപ്പിയും പെന്നും അതുക്ക് വേണം മഷിക്ക്, ഇത് മാത്രമേ ഇന്നു എന്നെങ്കിലും എന്താണോ സ്വർഗത്ത് കിടക്കടാ എന്ന് ചൊല്ലാറ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഗ്രേഡ്. അത്തരം അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹു സമിഅ മിന്നാ ശൈഅ ഫബല്ലഗഹു കമാ സമിഅഹു. ഞങ്ങൾ കേട്ടോ ഇൽമിടെ കേട്ട പോലെ ബാക്കി നമ്മൾ എത്തുപാട്ട മനുഷ്യന്മാർ അള്ളാഹു എന്താക്കട്ടെ അങ്ങനെ ഇന്നത്ര ബെൽച്ചാക്കട്ട്, അങ്ങനെ എന്താക്കട്ടെ, അങ്ങനെ അള്ളാഹു ഞങ്ങളെ ജീവിതമേ ഫുള്ള് നല്ല ബെൽച്ചെങ്കിൽ നല്ല സന്തോഷമാണ് അർത്ഥം. അങ്ങനത്തെ മനുഷ്യന്മാർ അങ്ങനെ എന്താക്കണം, ഞങ്ങൾക്ക് കേട്ട ഇൽമിടെ ചെന്നെങ്കിൽ അങ്ങ് കൊന്തിന്ന ഇൽമേ ബാക്കി നമ്മൾ ചെന്ന് പോടാറങ്ങ. അങ്ങനെ ജീവിത അങ്ങും ഭയങ്കര ബെൽക്കറുള്ള മനുഷ്യന്മാർ ചെന്ന് നല്ല അള്ളാഹു വിട്ട നല്ല പ്രകാശഭരിതരായ മനുഷ്യന്മാരങ്ങ. അപ്പോൾ ഇൽമിന്ന മനുഷ്യന്മാർ, ഇൽമുൻ നാഫി എന്ന മനുഷ്യന്മാർക്ക് മാത്ര ഞങ്ങൾ കേട്ട കലാകാൻ നിസ്കരിക്കാവൂ, ഉമ്മം ബാപ്പടെ ബഹുമാനിക്കുകയാവൂ, പിന്നെ കുടുംബ ബന്ധം ഒരുക്കാണ്ടിക്കുകയാവൂ. ഇപ്പം നിരക്കര ബന്ധം എന്താവൂ, നിരക്കര ബന്ധം ഭയങ്കര അതുപോലെ ഭയങ്കര ഗ്രേറ്റസ്റ്റ്. എന്തിക്ക് ഗുണം ചെയ്യണം അയൽവാസികൾക്കെന്നുള്ളതാ ഖുർആൻ്റെ നിയമം അന്നിസായിൽ വന്നതാ. അവൻ്റെ ഉമ്മയോട് അവൻ എത്ര മാന്യത വേണ്ടതാ, ആ രീതി ജാരിനോടും വേണ്ടതാ. ഗുണം ചെയ്യണം, ഹൈർ ചെയ്യണം. ആർക്ക്? നിരക്കരടങ്ങും. ഖുർആൻ ഇവിടെ വന്നു, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ വന്നു. എത്ര ബഹുമാനിക്കണം നിരക്കരടങ്ങനെ ചെന്നെങ്കിൽ അവൻ്റെ സ്വന്തം ഉമ്മടെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണം എന്ന് അള്ളാഹു ചെന്നു. ഇവിടെ ഞങ്ങൾ ചൊല്ലാറുത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗ്രേറ്റസ്റ്റ്. അത് ആര് ബഹുമാനിക്കിടാറ്? നിരക്കരടങ്ങളെ ബഹുമാനിക്കിടാറ്. നിരക്കടങ്ങൾ എന്താക്കിടാറ്? അങ്ങ് ആ രോഗിയേറ്റേന്ന് പോയി കാണ്ടാറ്, അങ്ങ് സഹായക്കിടാറ്, അങ്ങനെ ആപത്തിൽ സാന്ത്വനാക്കിടാറ്, അങ്ങ് എന്തിനാണ് ഹൈറുണ്ടായിട്ടിങ്ങൾ അങ്ങനെ ശുക്ർ ചെയ്യുന്നെങ്കിൽ അങ്ങനെ പിന്നെ അഭിനന്ദിക്കിടാറ്. അങ്ങ് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങ് കൊടുക്കിടാറ്. അങ്ങനെ ഔത്ര യജമാനില്ലെങ്കിൽ അങ്ങനെ മക്കളെ കാക്കിടാറ്. ഇത് ആറ് നിരക്കരട്ടം കൊണ്ട് പിരിച്ചുന്ന മനുഷ്യന്മാർ, ഈമാനെന്ന മനുഷ്യന്മാർ. ഇതെല്ലാം ഇൽമുൻ നാഫി എന്നവ മാത്രം സാധ്യ. ഇൽമുൻ നാഫി സാധ്യ, അതല്ലാത്തവൻ സാധ്യ ഇതാവില്ല. അതുകൊണ്ട് ബറാബരി അള്ളാഹുവിലും അതുപോലെ അന്ത്യദിനത്തിലും
ആരോ ഒരാൾ എത്തുന്നു വിശ്വാസത്തിലും, എന്നാൽ അവൻ ചെയ്യട്ടെ ഗുണമാ അയൽവാസിയിൽ എന്നുള്ള തിരുമൈ നോക്ക് കാണാം മുസ്ലിമിൻ. നീ നിന്റെ ജാരിനെ വ്യഭിചരിക്കൽ നിജമ, മറ്റുള്ള 10 നിസായിനേക്കാൾ കുറ്റമാ. അതുപോലെ മറ്റ് 10 വീട്ടിൽ നിന്ന് മോഷ്ടിക്കലും വലുതാണ് ജാരിൽ നിന്ന് എന്നുള്ളതും തിരുമുസ്തഫ പറയുന്നതാ. ചെല്ലാർ അള്ളാഹ് റസൂൽ എന്തോ അള്ളാഹുനും അല്ല ആർക്ക് വിശ്വാസമുണ്ടോ അങ്ങനെ എന്താക്കട്ടെങ്ങളെ നിരക്കരടങ്ങളെ ബഹുമാനിക്കട്ട് ചെന്ന് അള്ളാഹ് റസൂൽ. അത്തരമേല്ല നിരക്കരടങ്ങളെ വ്യഭിചരിക്കുന്ന മനുഷ്യന്മാർ 10 വേറെ പെണ്ണുങ്ങളെ വിധിച്ചരിച്ച ശിക്ഷ ഉണ്ട്. ഒത്തര ഒരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ടെങ്കിൽ നിരക്കരടം ഏതെങ്കിലും പെണ്ണുങ്ങളെ വ്യഭിചരിച്ചിട്ടെങ്കിൽ 10 വേറെ പെണ്ണുങ്ങളെ വ്യഭിചരിച്ചത്ര ശിക്ഷ കടുപ്പ. ഏതാത്ത ഔത്തുൽ ഒരൗത്തുൽ നിരക്കടങ്ങളെ കട്ടെത്തെങ്കിൽ 10 ഔത്തുൽ കടുപ്പ. അത്ര കേട് ആറ് നബി ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നിരക്കരടങ്ങൾ ഇത് വ്യഭിചരിക്കുക പോകണ്ടില്ല, ആര് പോകണ്ടില്ല. ഇൽമുൻ നാഫി എന്നങ്ങ ഇൽമു ഈ വേണു, അത് ഇൽമുൻ നാഫി ആവണം, ഫലപ്രദമായ ഇൽമു. അത് അള്ളാഹു റസൂലു ഇഷ്ടപ്പെട്ട നിലക്ക് ചിലവാക്കണങ്ങാവണം. ഇൽമു പഠിച്ച പോലെ അങ്ങനത്തെ മാത്രമേ ഈ ഭാഗ്യം കിട്ടുമോ, അല്ലാത്തവங்க ഈ ഭാഗ്യം കിട്ടില്ല. ഇല്ലെങ്കിൽ എന്താക്കിടാറ് വ്യഭിചരിക്കിടാറ് എവിടെ മുട്ടത്തിലേക്ക് ഇട്ട് ഉറക്ക കിട്ടി പോയിട്ട് പിന്നെ ലൂസായിട്ട് പിന്നെ എല്ലാം ഇതേ. അതുകൊണ്ട് ഭാരി ഡേഞ്ചറസ് നിരക്കരുടെ പെണ്ണ് ഭാരി ഡേഞ്ചറസ്. അതിൽ വ്യഭിചരിക്കാത്ത പോലെ അതിൽ ഞങ്ങളെ സ്വന്തം പെങ്ങളെ പോലെ, ഞങ്ങളുടെ സ്വന്തം വിലോല പോലെ, മൂത്തല പോലെ, ഉമ്മയുടെ പോലെ, പെഞ്ഞയുടെ പോലെ എല്ലാം കണ്ട് പെഞ്ഞയുടെ പോലെ പെഞ്ഞയുടെ വിചരിക്കുകയല്ല. ഞങ്ങളെ വിചരിക്കും ആരും വിടില്ലല്ല. അതുകൊണ്ട് ആ പെണ്ണിട്ട് ഞങ്ങൾ വിചരിക്കും ഞങ്ങൾ ഇല്ല എന്നുള്ള നിലക്കുള്ള നീയത്തിൽ നല്ല ഇൽമെന്നോ മനുഷ്യന്മാർ നിലക്ക് നിരക്കടങ്ങളെ കണ്ടുകൊണ്ടിരിക്കണാറ്. സംഭവം ചരിത്രകേക്കുറു. സഹലെന്നവർ കൈൽവാസിയോടു മജൂസിയ, അവന് ളുൽമു ചെയ്താൽ തന്നെ സഹലിനു മമതയാ. കക്കൂസിൻ്റെ അടിയിൽ നിന്ന് പൊട്ടി വരുന്നതും സഹലെന്നവർ ഭവനത്തിലാ അടിയുന്നതും. താൻ രാത്രിയിൽ ചെന്നിട്ടതെല്ലാം നീക്കും, അത് ദീർഘനാളായിട്ടാറും അറിയില്ല ഓർക്കൂ. ഈ രീതിയിൽ സഹലെന്നവർ രോഗത്തിലായി അയൽവാസിയ മജൂസിയവർ തന്നുന്നതായി. എന്നിട്ട് വിവരം വിശദമായി പറയുന്നു. പിൻഗാമികൾ ഇത് കൊണ്ടു ഞാൻ ഭയക്കുന്നു, ഇനി എൻ്റെ മക്കൾ ഇനി ക്ഷമിക്കാൻ അസാധ്യമാ, അതിനാൽ തമ്മിൽ ഇടയായുവാനും സാധ്യമാ. സഹൽ എന്ന മഹാൻ, സഹല് വലിയ മഹാൻ, അള്ളാഹ് അങ്ങേറ്റം പ്രസവിച്ച മഹാൻ. ആ മഹാൻ ചെല്ല് ನಕ್ಕೊರ್ ಮಜೂಸಿ ತೀಗಾರಾದಿಕಡೋರು ಐಲ್ವಾಸಿ ಅಂತೆ ಅಯ್ಯಲ್ಲ ಅವತರ ಎಂದಾವಡು ನಾಲ್ಕು ಐದು ಕಕ್ಕೂಸು ಎಡ್ರೋ ಕಕ್ಕೂಸುಲು ತೂರಿಯೋ ಆ ನಜಸ್ ಅಡಕ್ಕಂ ನಂಡು ಅವತ್ತಿಗೆ ಬಂದುಂಟೆ ಇಂತು ನಾನು ನಾಲ್ಕು ಜಾವು ಇದು ನಕ್ಕ ಕಲ್ಗುಡಮೇಶ್ವರ ಕಲ್ಗಿಟ್ಟು ನಾನು ರಿಪೇರಿ ಹಾಕೊಂಡಿದ್ದೆ പക്ഷെ എന്ത് സഹല് ദീർഘമായ വയസ്സെല്ലാമന്തല്ലേ മരിക്കണല്ലേ ആറും ഹയാത്തിന്നങ്ങ് എല്ലാവരും മരിക്കണേ കബർക്ക് എത്തണേ അങ്ങനെ രോഗത്തിലായിട്ട് സഹല് ഒന്തೈತು ನಾನು ಈ ರೋಗത്തിൽ മരിച്ചു പോകണ്ടേ ഇനി മരിച്ചു പോയിട്ട് എന്താവടു ഇവിടെ അയൽവാസിരോ കക്കൂസിലായിട്ടൊരു നജിസ് പണ്ട് നണ്ട മക്കും അങ്ങ് എന്താക്കടർക്ക് യുദ്ധം നടക്കട് ബുഡാറ മക്ക ബുടില്ല അതുകൊണ്ട് എന്തായിട്ട് അയൽവാസിയുടെ മെല്ലെ വിളിച്ചിട്ട് വിശേഷന്ത് ನಾನು രോഗിയായി കിടക്കടയിൽ നിന്ന് നിങ്ങൾ അവത്തരം ഇങ്ങനെ ಬಂದುಂಟು ಇಪ್ಪೆಂದು ಬಂಡುಂಟಲ್ಲ ಪಂಡುಂಟೆ ಬಂಡು നാല് ജാവ് കലിക്ക് ഉണ്ടിന്നെ നിങ്ങൾ എന്തി ചെന്നിട്ടില്ല ചെന്നുണ്ട് അല്ലാണ്ട് റസൂൽ ഞങ്ങൾ അല്ലാണ്ട് റസൂൽ ചെന്നെങ്കിലും ഞങ്ങളെ നേതാവ് അല്ലാണ്ട് റസൂൽ ചെന്നൊരു ആറാവട്ടെ അയൽവാസികളെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രാവട്ടെ അതിൽ ചെല്ലാണ്ട് അതിനെ ഭയങ്കര സൈക്കിടാറുണ്ട് പ്രാബരി അല്ലാണ്ട് പക്കൽ വലിയ കൂലിയുണ്ട് നാലാഹ്റ ബമ്പിച്ച വിജയിക്കുക അതുകൊണ്ട് അയൽവാസികൾ ആറ് ഉപദ്രാക്കണ്ട അയൽവാസികളെ സന്തോഷാക്കണം അയൽവാസികൾ കൈയുടെ പുറമായി സഹായിക്കണം എന്നെല്ലാം ഞങ്ങൾ ലഭിച്ചെന്നില്ല അതുകൊണ്ട് ನಾನು ഇത്രത്തോളം സബർ ചെഞ്ചിട്ട് നിങ്ങൾ ಅವತ್ತರೋ ಕಕ್ಕೋಸಿಟ್ಟು 4 ಮಂಡ ನಜಿಸರೆ ಜಾವು ನಾನು ಕ್ಲೀನ್ ಹಾಕಿಟ್ಟಿದ್ದೆ ಇಪ್ಪ ನಾನು ರೋಗಿ ಆಯ್ತು ನೀನು കിടക്കട്ടെ ചെന്ന് മരിക്കട്ടെ ನಾನು അതുകൊണ്ട് ഇന്ന് ನನ್ನ മക്ക സബർ ചെയ്താൽ ചെല്ലൊക്കെ ആവില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ജാഗ്രത ആക്കണം ബറാത്ത പോലെ നിങ്ങൾ അങ്ങ് യുദ്ധാവത്തീരാ നിങ്ങൾ അങ്ങ് ലടയാക്കി തീരാ നിങ്ങൾ അങ്ങ് നല്ല ലയിക്കണു എന്ന് മജൂസിനെ വിളിച്ചപ്പ മജൂസ് എന്തೈತಿ
ഇത് ഇത്ര നാൾ വരെ നീണ്ട ക്ഷമയുണ്ടായതിൽ സ്തംഭിച്ചു നിന്നു മജൂസി അന്ന്. തഅബ്ബുബിൽ, അവണു ഭയങ്കര അത്യദ്ഭുതവനായ ആറ് മജൂസി ആശ്ചര്യായിത്തവണ്. സുബ്ഹാനല്ലാ, ഇത്ര സബർ ചെയ്ത് മനുഷ്യന്മാരുള്ളാറില്ല. അല്ലാ എന്തൊരു ഇസ്ലാം ദീൻ എന്നവൻ്റെ കൽബിലൈത്ത് അവൻ ചെന്നാ നക്ക് ചെന്തറു ഷഹാദത്ത് കലിമ എന്ന് ചെന്നിട്ട് അവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചെന്നിട്ട് സഹൽ റളിയല്ലാഹു കൈപ്പിടിച്ച് മുസ്ലിം ആവുക. സുബ്ഹാനല്ലാഹ്, എൻ്റെ കൊന്തായോ ഇതെല്ലാം ഇങ്ങനെല്ല സബർ ചെയ്യുന്ന കൈ ഉണ്ടാവടോ. ഇൽമുൻ നാഫി എന്നങ്ങ് മാത്രം. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇൽമു പഠിച്ചവനെ, ഞങ്ങൾ കേട്ടോ ഇൽമു, ഞങ്ങൾ പഠിക്കണോ ഇൽമു, ഞങ്ങൾ പഠിച്ചോ ഇൽമു, എല്ലാം പഠിച്ചവനെ ഇൽമുൻ നാഫി ആക്കിയിട്ട് ഞങ്ങൾ പഠിച്ച ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ട് എല്ലാവർക്കും ഉപകാരമേ ആക്കുക അല്ലാ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ട് എല്ലാവരും സന്തോഷമേ ആക്കുക അല്ലാ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ട് എല്ലാവരും പൊകലുകയാവതാക്ക് റഹ്മാൻ. ഇതിനെ തദ്വിരുദ്ധയാവാത്തവരെ വിശേഷ മുത്തുബദരീകളെ കാവലുണ്ടാക്കുക അല്ലാ. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.